കൗമാരക്കാരായ മക്കൾ സ്കൂളിലേക്കെന്ന് പറഞ്ഞ് അവധി ദിവസങ്ങളിലും മറ്റും വീട്ടിൽ നിന്നും ഇറങ്ങാറില്ലേ? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നും കമ്പൈൻ സ്റ്റഡി എന്നുമൊക്കെ പറഞ്ഞിറങ്ങുന്ന കുട്ടികൾ എവിടേക്കാണ് പോകുന്നതെന്ന് മാതാപിതാക്കൾ അന്വേഷിക്കാറുണ്ടോ? പെൺമക്കളുടെ കാര്യം മാത്രമല്ല കേട്ടോ പറഞ്ഞു വരുന്നത്. ആൺമക്കളാണേലും അവരെവിടെയൊക്കെ പോകുന്നുണ്ടെന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് അന്വേഷിക്കണം. അവരുടെ പ്രണയം, സൗഹൃദങ്ങൾ, പോകുന്ന സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. നമ്മൾ എത്രയൊക്കെ കുട്ടികളെ ഉപദേശിച്ചാലും ഈ കാലഘട്ടം അങ്ങനെയാണ്. പ്രണയച്ചതിയും ലഹരിയും വഴിപിഴപ്പിക്കുന്ന കൂട്ടുകെട്ടും മക്കളുടെ ജീവിതം പോലും തകർത്തേക്കാം. മൂവാറ്റുപുഴയിൽ നിന്ന് ആൺ സുഹൃത്തിനൊപ്പം ഫോർട്ട് കൊച്ചിയിൽ പുതുവത്സരം ആഘോഷിക്കാൻ പോയ പെൺകുട്ടിക്ക് സംഭവിച്ച ദുരന്തം നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടാകാതിരിക്കാൻ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഫോർട്ട് കൊച്ചിയിൽ വെച്ച് +2 വിദ്യാർത്ഥിനിക്ക് എന്താണ് സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഇക്കഴിഞ്ഞ ഡിസംബർ 31 രാവിലെ മൂവാറ്റുപുഴ സ്വദേശിനിയായ +2 വിദ്യാർത്ഥിനി സ്കൂളിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ്. രാത്രിയായിട്ടും മകൾ തിരികെ എത്താതെ വന്നതോടെ മാതാപിതാക്കളുടെ ഉള്ളിൽ തീയാളി. അവൾക്കെന്തെങ്കിലും അപകടം സംഭവിച്ചു കാണുമോ? ഇതോടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി. ഒടുവിൽ രാത്രിയോടെ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞു. പിന്നാലെയാണ് ആൺ സുഹൃത്തിൻ്റെ ചതിയെക്കുറിച്ച് അവൾ പുറത്തു പറഞ്ഞത്. പുതുവത്സരാഘോഷത്തിനെന്ന പേരിൽ ഫോർട്ട് കൊച്ചിയിൽ കൊണ്ടുപോയി പെൺകുട്ടിയെ അയാൾ പീഡിപ്പിക്കുകയായിരുന്നു. കേസിൽ പേരക്കാപ്പള്ളി സ്വദേശി അഷ്കറിനെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ കാഞ്ഞാർ പോലീസ് സ്റ്റേഷനിലും സമാന രീതിയിലുള്ള കേസിലെ പ്രതിയാണ് അഷ്കർ. മൂവാറ്റുപുഴ സ്വദേശിനിയായ പെൺകുട്ടിയെ ചൊവ്വാഴ്ചയാണ് അഷ്കർ പുതുവർഷ ആഘോഷത്തിനെന്ന പേരിൽ ഫോർട്ട് കൊച്ചിയിലേക്ക് കൊണ്ടുപോയത്. രാവിലെ വീട്ടിൽ നിന്നും സ്കൂളിലേക്കെന്ന് പറഞ്ഞിറങ്ങിയ പെൺകുട്ടി രാത്രി വൈകിട്ടും തിരികെ എത്തിയില്ല. ഇതോടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകി. ഒടുവിൽ രാത്രിയോടെ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞു. പെൺകുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് പീഡന വിവരം പുറത്തു വന്നത്. പുതുവത്സരാഘോഷത്തിനായി ഫോർട്ട് കൊച്ചിയിൽ പോകാമെന്ന് പറഞ്ഞാണ് അഷ്കർ കുട്ടിയെ കൊണ്ടുപോയത്. തുടർന്ന് ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് പീഡിപ്പിച്ചുവെന്ന് പെൺകുട്ടി മൊഴി നൽകി. മാതാപിതാക്കളുടെ പരാതിയിൽ പോക്സോ ചുമത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രണയം നടിച്ച് ഇയാൾ കുട്ടിയെ ഇതിനു മുൻപും പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രതിക്കെതിരെ നേരത്തെ കാഞ്ഞാർ പോലീസ് സ്റ്റേഷനിലും സമാനമായ രീതിയിലുള്ള കേസുകൾ നിലവിലുണ്ട്. മറ്റൊരു പെൺകുട്ടിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച കേസിൽ പിടിയിലായിട്ടുള്ള ആളാണ് അഷ്കർ. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് വല്ലപ്പുഴയിൽ ഒരു 15-കാരിയെ കാണാതായിട്ട് 3 ദിവസം പിന്നിടുന്നു. വല്ലപ്പുഴ ഗവൺമെൻറ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഷന ഷെറിനെ കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടാണ് കാണാതാകുന്നത്. ട്യൂഷൻ കഴിഞ്ഞ് ബന്ധുവീട്ടിലേക്കെന്ന് പറഞ്ഞ് പോയ 15-കാരി പട്ടാമ്പിയിൽ നിന്നും ട്രെയിനിൽ കയറിയതായി കണ്ടവരുണ്ട്. എന്നാൽ ഷന എവിടെയാണെന്ന് ഇതുവരെയും ഒരു വ്യക്തതയില്ല. മാതാപിതാക്കളും സഹോദരങ്ങളും അവൾ തിരികെ വരുന്നതും കാത്തിരിക്കുകയാണ്. കേസിൻ്റെ അന്വേഷണം തിരുവനന്തപുരം വരെ വ്യാപിപ്പിച്ചിട്ടുണ്ടെന്ന് പട്ടാമ്പി പോലീസ് അറിയിച്ചു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നത്. തിങ്കളാഴ്ച രാവിലെയാണ് ചൂരക്കോട് സ്വദേശി അബ്ദുൽ കരീമിന്റെ മകൾ 15 വയസ്സുകാരി ഷന ഷെറിനെ കാണാതാകുന്നത്. വല്ലപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്.
രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ ഷനാ ട്യൂഷൻ ക്ലാസ്സിന് ശേഷം ബന്ധുവീട്ടിൽ പുസ്തകമെടുക്കാൻ പോവുകയാണെന്നാണ് കൂട്ടുകാരികളോട് പറഞ്ഞത്. അതിനുശേഷം വസ്ത്രം മാറിയാണ് പോയതെന്ന് കൂട്ടുകാരികൾ മൊഴി നൽകി. കുട്ടി സ്കൂളിൽ എത്താതിരുന്നതിനെ തുടർന്ന് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അന്വേഷണത്തിൽ വിദ്യാർത്ഥിനി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പരശുറാം എക്സ്പ്രസിൽ കയറിയതായി കണ്ടെത്തി. കുട്ടിയുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങളും ലഭിച്ചു. തുടർന്ന് പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ ഊർജിതമായ അന്വേഷണമാണ് നടക്കുന്നത്. റെയിൽവേ സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. ഷൊർണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ പോലീസ് സംഘം തിരച്ചിൽ തുടരുകയാണ്. ന്യൂസ് 18 പാലക്കാട്. സംസ്ഥാനത്തിപ്പോൾ വിദ്യാർത്ഥികളെ ഇടനിലക്കാരാക്കിയാണ് ലഹരി വിൽപ്പന. സ്റ്റാമ്പ് രൂപത്തിലുള്ള ലഹരി മരുന്ന് സഹപാഠികൾക്ക് എത്തിച്ചു നൽകണം. വിൽപ്പനയ്ക്ക് കമ്മീഷനായി വലിയ തുക ലഭിക്കും. എന്നാൽ ഒരിക്കൽ പിടിക്കപ്പെട്ടാൽ പിന്നെ അഴിക്കുള്ളിലാകുമെന്ന് ഈ കുട്ടികൾ തിരിച്ചറിയാറില്ല. ആലപ്പുഴ കായംകുളം ബസ് സ്റ്റാൻഡിൽ നിന്ന് +1 വിദ്യാർത്ഥിയെ പിടികൂടിയപ്പോഴാണ് ലഹരി മാഫിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വിദ്യാർത്ഥിക്ക് ലഹരി എത്തിച്ചു നൽകിയ യുവാവിനെ അറസ്റ്റ് ചെയ്തു. ചേപ്പാട് മുട്ടം സ്വദേശി രഖിലാണ് പിടിയിലായത്. മുൻ DYFI ഭാരവാഹിയായിരുന്ന ഇയാളെ ക്രിമിനൽ സംഘങ്ങളുമായുള്ള ബന്ധത്തെ തുടർന്ന് പുറത്താക്കിയിരുന്നു. രണ്ട് ദിവസം മുമ്പ് കായംകുളം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് സംശയാസ്പദമായ രീതിയിൽ +1 വിദ്യാർത്ഥിയായ ആൺകുട്ടിയെ കായംകുളം പോലീസ് പിടികൂടുന്നത്. കൊല്ലത്തുള്ള മറ്റൊരു വിദ്യാർത്ഥിക്ക് നൽകാനാണ് സ്റ്റാമ്പ് രൂപത്തിലുള്ള സിന്തറ്റിക് ഡ്രഗ് താൻ ഏജന്റായി കൈവശം വെച്ചതെന്നായിരുന്നു കുട്ടി നൽകിയ മറുപടി. എന്നാൽ കൊല്ലത്തുള്ള വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് നിരപരാധിയാണെന്ന് കണ്ടെത്തി. ആലപ്പുഴ SP മോഹനചന്ദ്രന്റെ സ്പെഷ്യൽ സ്ക്വാഡിലുള്ള സംഘം ലഹരി കൈവശം വെച്ച വിദ്യാർത്ഥിയെ വീണ്ടും ചോദ്യം ചെയ്തു. പിന്നീടാണ് ഏവൂരിൽ കോൺഗ്രസ് പ്രവർത്തകൻ സുനിലിനെ വധിച്ച കേസിൽ ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള രാഖിലാണ് ലഹരി നൽകിയതെന്ന വിവരം വിദ്യാർത്ഥി പുറത്തുവിടുന്നത്. രാഖിലിനൊപ്പം കണ്ടല്ലൂർ സ്വദേശിയായ മറ്റൊരാൾ കൂടി ലഹരി കടത്തിൽ ഉണ്ടെന്ന് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട്. 30,000 രൂപ വിലമതിക്കുന്ന 20 സ്റ്റാമ്പുകളാണ് കണ്ടെത്തിയത്. 0.2 ഗ്രാമിന് മുകളിൽ ഭാരമുള്ള സ്റ്റാമ്പുകൾ കയ്യിൽ കരുതിയാൽ അത് വിൽപ്പന ആവശ്യത്തിനായി ഉപയോഗിക്കാനാണെന്നാണ് നിയമം. രാഖിലിന് ആലപ്പുഴയിലെ ലഹരി കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണ്. DYFI മുൻ ചേപ്പാട് മേഖലാ കമ്മിറ്റിയുടെ ട്രഷററായിരുന്ന ഇയാളെ ക്രിമിനൽ സംഘങ്ങളുമായുള്ള ബന്ധത്തെ തുടർന്ന് സംഘടന ഒഴിവാക്കിയിരുന്നു. കായംകുളം കൂടാതെ കരിയിലക്കുളങ്ങര സ്റ്റേഷൻ പരിധിയിൽ 10ഓളം കേസുകൾ പ്രതിയാണ് രാഖിൽ. ഇയാൾക്കെതിരെ കാപ്പയും ചുമത്തിയിരുന്നു. ന്യൂസ് 18 ആലപ്പുഴ. ഇപ്പോഴത്തെ കൗമാരക്കാർക്കും യുവാക്കൾക്കും മാതാപിതാക്കളെയോ അധ്യാപകരെയോ എന്തിനു പറയുന്നു പോലീസിനെ പോലും പേടിയില്ല. കള്ളുകുടിച്ചും ലഹരി ഉപയോഗിച്ചും പൊതുസ്ഥലത്ത് അഴിഞ്ഞാടും. പോലീസാണെങ്കിൽ പോലും ചോദ്യം ചെയ്യാനെത്തിയാൽ ആക്രമിക്കും. തിരുവനന്തപുരത്ത് പുതുവത്സരാഘോഷത്തിനിടെ SIയെ ഒരു യുവാവ് മർദ്ദിച്ച സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പുളിയറക്കോണം സ്വദേശി ഋതു മാത്യുവാണ് കന്റോൺമെന്റ് SI പ്രസൂൺ നമ്പിയെ കടിച്ചു പരിക്കേൽപ്പിക്കുകയും ചവിട്ട് നിലത്തിട്ട് ആക്രമിക്കുകയും ചെയ്തത്. കേസിൽ പ്രതി ഋതുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു.
ബുധനാഴ്ച പുലർച്ചെ 3:30 പാളയത്തായിരുന്നു സംഭവം. മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ യുവാവ് നാട്ടുകാരുമായി അടിപിടി ഉണ്ടാക്കിയതറിഞ്ഞാണ് പോലീസ് എത്തിയത്. ഇയാളെ പറഞ്ഞുവിടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസിന് നേരെ തിരിയുകയായിരുന്നു. SI പ്രസൂൺ തമ്പിയുടെ വലത് കൈയിലെ ചൂണ്ടുവിരൽ കടിച്ചു മുറിച്ച പ്രതി SIയെ കാലിൽ ചവിട്ടി താഴെയിട്ടു. വീഴ്ചയിൽ എല്ലുകൾക്ക് പൊട്ടൽ സംഭവിച്ച പ്രസൂൺ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതി പുളിയറക്കോണം വെള്ളൈക്കടവ് സ്വദേശി 29-കാരൻ റിഥു മാത്യുവിനെ കന്റോൺമെന്റ് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇൻസ്പെക്ടർ പ്രജീഷ് ശശിയുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. റിഥു മാത്യുവിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. വൃദ്ധ മാതാപിതാക്കൾ സ്വന്തം വീട്ടിൽ ക്രൂരമായ ആക്രമണത്തിന് ഇരകളാകുന്ന ഒട്ടേറെ സംഭവങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. മക്കൾ പോലും തിരിഞ്ഞു നോക്കാതെ നരകയാതന അനുഭവിക്കുന്നവർ. തിരുവനന്തപുരം നഗരൂരിൽ 81-കാരനായ പിതാവ് നേരിട്ട ക്രൂരതയെക്കുറിച്ച് അറിഞ്ഞാൽ ഒരാൾക്കും അത് സഹിക്കാനാവില്ല. നഗരൂർ സ്വദേശി രവീന്ദ്രനെ ഭാര്യയും മക്കളും മരുമക്കളും ചേർന്ന് പീഡിപ്പിച്ചെന്നാണ് പരാതി. പിന്നീട് മാനസിക രോഗിയായി ചിത്രീകരിച്ചു. രവീന്ദ്രൻ്റെ ബാങ്ക് നിക്ഷേപം കൈക്കലാക്കാനായിരുന്നു ക്രൂരത. പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. കല്ലിങ്കൽ സ്വദേശി രവീന്ദ്രനാണ് തന്റെ സ്വത്ത് തട്ടിയെടുക്കാനായി ഭാര്യയും മക്കളും പീഡിപ്പിക്കുന്നതായി പരാതി നൽകിയത്. സ്വത്തുക്കൾക്ക് പുറമെ നഗരൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപവുമുണ്ട്. ഇത് ഭാര്യയും മക്കളും മരുമക്കളും ചേർന്ന് കൈക്കലാക്കാൻ ശ്രമിക്കുന്നതായാണ് ഈ 81-കാരന്റെ പരാതി. ആവശ്യം നിരസിച്ചതോടെ മാനസിക രോഗിയായി ചിത്രീകരിക്കുന്നതായും ഇദ്ദേഹം പറയുന്നു. എൻ്റെ അക്കൗണ്ട് പൈസ തട്ടിയെടുക്കുന്നതിന് വേണ്ടി എൻ്റെ ഭാര്യയും മക്കളും മരുമക്കളും കൂടി എന്നെ മനോരോഗ ആശുപത്രിയിൽ കൊണ്ടുപോയി കൃത്രിമ സർട്ടിഫിക്കറ്റ് സമ്പാദിച്ച് കോടതിയിൽ കൊടുത്ത് എൻ്റെ അക്കൗണ്ട് സ്റ്റേ ചെയ്തു. കോടതി എന്നെ വിളിപ്പിച്ചു. എനിക്ക് രോഗം ഇല്ലെന്ന് കണ്ടതിനാൽ അവരെ കേസ് തള്ളി. എന്നെ ഉപദ്രവിച്ചവർക്കെതിരെ അധികാരികൾ നടപടിയെടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. എൻ്റെ വീട്ടിൽ എനിക്ക് സ്വൈര്യമായി താമസിക്കാനുള്ള അവസരം അധികാരികൾ ഉണ്ടാക്കി തരണമെന്ന് ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ 4-അംഗ സംഘം ബലം പ്രയോഗിച്ച് രവീന്ദ്രനെ കല്ലമ്പലത്തെ സ്വകാര്യ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. 40 ദിവസത്തോളം അവിടെ കഴിഞ്ഞു. അയൽവാസികൾ രവീന്ദ്രന്റെ സഹോദരിമാരെ വിവരമറിയിച്ചതോടെയാണ് ചികിത്സയിൽ നിന്ന് മോചനം നേടാനായത്. തുടർന്ന് നഗരൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. ഇതിനിടെ മാനസിക രോഗത്തിന് ചികിത്സ നൽകിയതായുള്ള രേഖയുണ്ടാക്കിയ ശേഷം പണയിടപാടുകൾ നടത്താൻ അനുവാദം നൽകണമെന്നാവശ്യപ്പെട്ട് ഭാര്യ ആറ്റിങ്ങൽ മുൻസിഫ് കോടതിയെ സമീപിച്ചു. എന്നാൽ രവീന്ദ്രന് മാനസിക നിലയിൽ പ്രശ്നമില്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതോടെ ഹർജി തള്ളി. തനിക്ക് നീതി വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി, കളക്ടർ, DGP, മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് റിപ്പോർട്ട് തേടി. ന്യൂസ് 18 ആറ്റിങ്ങൽ. നമ്മുടെ നാട്ടിലെ വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഷോപ്പിംഗ് മാളുകളിലുമൊക്കെ പാർക്കിങ്ങിൻ്റെ പേരിൽ പകൽ കൊള്ള നടക്കുന്നുണ്ട്. സാധാരണക്കാരായ ജനങ്ങളാണ് ഇതിൻ്റെ ഇരകൾ. കരിപ്പൂർ വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഫീസ് കൊള്ളക്കെതിരെ പല പരാതികളും കേട്ടു. പാർക്കിംഗ് ഫീസ് തർക്കത്തിൽ ഉംറ തീർത്ഥാടകന് മർദ്ദനമേറ്റതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. വള്ളുവമ്പ്രം സ്വദേശി റാഫിദിനാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ദിവസം
TV ഇബ്രാഹിം MLA വിമാനത്താവളത്തിലെത്തി പാർക്കിംഗ് തട്ടിപ്പ് കയ്യോടെ പിടികൂടിയിരുന്നു. സമയം തിരുത്തിയും വാഹനങ്ങളുടെ സീറ്റിൻ്റെ എണ്ണം പെരുപ്പിച്ചു കാണിച്ചുമാണ് തട്ടിപ്പ് നടത്തുന്നതെന്ന് യാത്രക്കാർ പറയുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിലെ പാർക്കിംഗ് തർക്കത്തിൽ ഉംറ തീർത്ഥാടകനായ വള്ളുംപ്രം സ്വദേശി റാഫിദിനാണ് മർദ്ദനമേറ്റത്. 6 പേരടങ്ങുന്ന സംഘം ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. പാർക്കിങ്ങിന് കൂടുതൽ തുക ഈടാക്കുന്നത് ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് കാരണം. കരിപ്പൂർ ടോളിന്റെ അവസ്ഥയാണ് കാലിക്കറ്റ് എയർപോർട്ടിന്റെ. ഈ കാണുന്ന ഹിന്ദിക്കാർ പെരുമാറിയതാണ് ഈ കാണുന്നത്. ഇവിടുത്തെ അവസ്ഥയാണ്. ഇവന്റെ കൈ പുറത്തുള്ള വണ്ടി ഇവർ അടിച്ചിട്ട് വണ്ടി ഞെക്കിയിട്ടുണ്ട്. മാതാവിനൊപ്പം ഉംറ കഴിഞ്ഞു മടങ്ങി വരുമ്പോഴാണ് റാഫിദിന് മർദ്ദനമേറ്റത്. ഇയാളുടെ ദേഹത്ത് മർദ്ദനമേറ്റതിന്റെ മുറിവുകളും പാടുകളുമുണ്ട്. കൊണ്ടോട്ടി കുന്നുമ്മൽ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് റാഫിദ്. അരമണിക്കൂറിനുള്ളിൽ മടങ്ങിയിട്ടും 1 മണിക്കൂറിന്റെ തുക ഈടാക്കുന്നത് ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് റാഫിദ് പറയുന്നത്. സമൂഹ മാധ്യമങ്ങളിലടക്കം പാർക്കിംഗ് ഫീസ് തട്ടിപ്പ് ചർച്ചയായതോടെയാണ് TV ഇബ്രാഹിം MLA കഴിഞ്ഞ ദിവസം കരിപ്പൂരിലെത്തിയത്. വിമാനത്താവളത്തിലെത്തിയ MLAക്ക് തട്ടിപ്പ് ബോധ്യമായി. We got so many complaints from the passengers. No. As per the complaint, I visited there for examine that whether it is correct or not. The complaint is very clear. യാത്രക്കാരെ ടെർമിനലിന് മുന്നിൽ നിന്ന് കയറ്റിയും ഇറക്കിയും വരുന്ന വാഹനങ്ങൾ 13 മിനിറ്റിനുള്ളിൽ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഫീസ് നൽകേണ്ടതില്ല. എന്നാൽ ഇവരിൽ നിന്നടക്കം മിനിമം 40 രൂപ പാർക്കിംഗ് ഫീ വാങ്ങുന്നുവെന്നാണ് പരാതി. ഇതിന് രസീത് പോലും പലപ്പോഴും നൽകാറില്ല. തുക നൽകാൻ തയ്യാറാകാത്ത യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുന്നതായും പരാതിയുണ്ട്. എൻട്രി പാസിലും തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നും പാസിൽ രേഖപ്പെടുത്തുന്ന സമയവും യഥാർത്ഥ സമയവും തമ്മിൽ മാറ്റമുണ്ടെന്നും യാത്രക്കാർ പറയുന്നു. എൻട്രി പാസിൽ 5 മിനിറ്റ് കൂടുതലാണ് രേഖപ്പെടുത്തുന്നത്. ഇതിനു പുറമെ വാഹനത്തിന്റെ സീറ്റിന്റെ എണ്ണത്തിലാണ് മറ്റൊരു തട്ടിപ്പ്. യാത്രക്കാരെ ചൂഷണം ചെയ്യുക, സമയം ഡിഫറൻസ് ആക്കുക, എന്നിട്ട് അതിന്റെ പേരിൽ 272 രൂപ വരെ ടാക്സിക്കാരുടെ വാങ്ങിക്കുന്നുണ്ട്. വി റൈസിംഗ് ദി മാറ്റർ ദാറ്റ് യുവർ ടൈം ഈസ് വെരി ഡിഫറൻറ്റ്. You purposefully and tremendously you changed the time. തനിക്ക് ലഭിച്ച രസീതിൽ പ്രവേശന സമയം കൃത്യമായി രേഖപ്പെടുത്തിയെന്നും എന്നാൽ പുറത്തിറങ്ങിയപ്പോൾ 3 മിനിറ്റ് കൂടുതലായി രേഖപ്പെടുത്തിയതായും MLA പ്രതികരിച്ചു. 8 മിനിറ്റായ സമയത്ത് എന്നോട് പറയാണ് 13 മിനിറ്റായി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവർ പുറത്തേക്കാണ് ഒരു ഡിജിറ്റൽ ക്ലോക്ക് സ്ഥാപിച്ചുകൊണ്ട് ആ ഡിജിറ്റൽ ക്ലോക്കിൽ ഞാൻ യഥാർത്ഥ സമയവുമായി 3.5 മിനിറ്റ് കൂടുതൽ കാണിക്കുന്നുണ്ട്. MLA തട്ടിപ്പ് കൈയോടെ പിടിച്ചതിന് അടുത്ത ദിവസം തന്നെ സമാന വിഷയത്തിൽ യാത്രക്കാരനെ മർദ്ദനമേറ്റത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. സംഭവത്തിൽ വിമാനത്താവള അധികൃതരുടെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടൽ വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ന്യൂസ് 18 തിരൂർ. കലൂരിൽ നൃത്തപരിപാടിക്കിടെ ഉമാ തോമസ് MLAക്ക് അപകടമുണ്ടായ ദൃശ്യം കണ്ടാൽ തന്നെ ഭയം തോന്നും. എത്രത്തോളം ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായതെന്ന് ഇതിൽ നിന്നും വ്യക്തം. കേസിൽ സംഘാടകരായ മൃദംഗ വിഷൻ ഉടമ നികോഷ് കുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇയാൾ പോലീസ് സ്റ്റേഷനിലെത്തിയത്. അതിന് മുന്നോടിയായി സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മൃദംഗ വിഷൻ്റെ ബാങ്ക് അക്കൗണ്ട് പോലീസ് മരവിപ്പിച്ചിരുന്നു. അതേസമയം പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡർ നടി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് തിരികെ മടങ്ങി. ആശുപത്രിയിലുള്ള ഉമാ തോമസിൻ്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട്. മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇരുവരോടും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ കീഴടങ്ങാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. കേസിൽ 1-ാം പ്രതിയാണ് മൃദംഗ വിഷൻ ഉടമസ്ഥൻ നികോഷ് കുമാർ. ഓസ്കാർ ഇവന്റ് ഉടമസ്ഥൻ ജനീഷ് 3-ാം പ്രതിയും. കീഴടങ്ങിയില്ല എങ്കിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു.
തുടർന്നാണ് നികോഷ് കുമാർ അന്വേഷണ സംഘത്തിനു മുന്നിൽ ഹാജരായത്. ആരോഗ്യപരമായ കാരണങ്ങളാൽ ഹാജരാകാനാകില്ലെന്ന് ഓസ്കാർ ഇവന്റ് ഉടമ ജനീഷ് പോലീസിനെ അറിയിച്ചു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് സംഘാടകരായ മൃദംഗവിഷന്റെ അക്കൗണ്ട് മരവിപ്പിച്ചു. നൃത്താധ്യാപകർ പണം കൈമാറിയത് ഏതൊക്കെ അക്കൗണ്ടിലേക്കാണെന്നും ചോദിച്ചറിയും. ആവശ്യമെങ്കിൽ കേസിൽ അധ്യാപകരെയും പ്രതി ചേർക്കും. അതേസമയം പോലീസ് അന്വേഷണം തുടരുന്നതിനിടെ നടി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങി. കേസിൽ ദിവ്യ ഉണ്ണിക്ക് പോലീസ് നോട്ടീസ് നൽകുമെന്ന വിവരങ്ങൾക്കിടയിലാണ് നടി മടങ്ങിയത്. ദീർഘനാളായി അമേരിക്കയിൽ സ്ഥിരതാമസമാണ് ദിവ്യ ഉണ്ണി. ആശുപത്രിയിലുള്ള ഉമാ തോമസ് MLA യുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കൊച്ചി. കണ്ണൂർ ശ്രീകണ്ഠാപുരം വളക്കൈ എന്ന ഗ്രാമം നെഞ്ചുപൊട്ടിക്കരഞ്ഞ ദിവസമാണിത്. തങ്ങളുടെ പ്രിയപ്പെട്ട നേദിയ എന്ന പൊന്നുമോളുടെ വിയോഗം അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. സ്കൂൾ ബസ് ഡ്രൈവറുടെ അശ്രദ്ധയിലാണ് 5ാം ക്ലാസ് വിദ്യാർത്ഥിനി നേദിയുടെ ജീവൻ നഷ്ടപ്പെട്ടത്. ബസ്സിൻ്റെ ബ്രേക്കിന് തകരാറുണ്ടെന്ന ഡ്രൈവറുടെ വാദം മോട്ടോർ വാഹന വകുപ്പ് തള്ളി. 2 ദിവസത്തിനകം മോട്ടോർ വാഹന വകുപ്പ് റിപ്പോർട്ട് സമർപ്പിക്കും. ശ്രീകണ്ഠാപുരം വളക്കൈയിൽ ബുധനാഴ്ച വൈകിട്ടാണ് വിദ്യാർത്ഥിനിയുടെ ജീവനെടുത്ത അപകടമുണ്ടായത്. ബ്രേക്കിന്റെ തകരാറാണ് ബസ് മറിയാൻ കാരണമായതെന്നായിരുന്നു ഡ്രൈവർ നിസാമുദ്ദീന്റെ വാദം. ഇക്കാര്യം അപ്പാടെ തള്ളുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. പരിശോധനയിൽ ബ്രേക്കിന് ഒരു തകരാറുമില്ലെന്ന് കണ്ടെത്തി. ബസ് മറിഞ്ഞ സമയത്ത് നിസാമുദ്ദീൻ മൊബൈൽ ഉപയോഗിച്ചതായി സംശയമുണ്ട്. ബസ് മറിഞ്ഞ അതേ സമയം തന്നെ നിസാമുദ്ദീന്റെ വാട്സാപ്പ് സ്റ്റാറ്റസ് അപ്ലോഡായതാണ് സംശയത്തിന് വഴിവെച്ചത്. സംഭവസ്ഥലത്ത് പരിശോധന നടത്തിയ മോട്ടോർ വാഹന വകുപ്പ് കല്ലിൽ ഇടിച്ച ശേഷമാണ് ബസ് മറിഞ്ഞതെന്ന് കണ്ടെത്തി. അപ്പോൾ അതിൻ്റെ സ്പോട്ട് പരിശോധിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ സ്പോട്ട് ഇപ്പോൾ ഇതൊരു 300 മീറ്ററോളം ഇറക്കമുള്ള ഒരു റോഡാണ്. സ്റ്റീപ്പായ ഇറക്കവും വളവും വരുന്നൊരു സ്ഥലമാണ്. ഇവിടെ ടയർ മാർക്കുകളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഒരു കല്ലിന് പിറകിൽ ടയർ ഇടിച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ സ്പോട്ട് മാർക്ക് ചെയ്ത് അതിൻ്റെ കൂടെ ഒരു അന്വേഷണമാണ് ഇവിടെ നടക്കുന്നത്. ഇനിയിപ്പം വാഹനത്തിൻ്റെ വിശദമായ പരിശോധന നടത്തുന്നതാണ്. അപകടത്തിൽ മരിച്ച 5ാം ക്ലാസ് വിദ്യാർത്ഥിനി നേദിയ എസ് രാജേഷിന്റെ മൃതദേഹം ചിന്മയ സ്കൂളിൽ പൊതുദർശനത്തിന് വച്ചപ്പോൾ 100 കണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ന്യൂസ് 18 കണ്ണൂർ. ബസ്സുകളുടെ മത്സരയോട്ടം എത്രയോ യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുന്നുണ്ട്. പൊതുനിരത്തിലെ പല അപകടങ്ങൾക്കും കാരണം വാഹനങ്ങളുടെ മരണപ്പാച്ചിലാണ്. കൊല്ലം ചക്കുവള്ളിയിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിനിടെ ഉണ്ടായ അപകടത്തിൽ ഗർഭിണി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. പിന്നാലെ ബസ് ജീവനക്കാർക്കെതിരെ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത്. തുടർന്ന് 2 ബസ്സുകളും അതിലെ ജീവനക്കാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭരണിക്കാവ് റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടമാണ് അപകടത്തിനിടയാക്കിയത്. രാവിലെ 7:56 പുറപ്പെടേണ്ട ബസ് 2 മിനിറ്റ് വൈകി പുറപ്പെട്ടതാണ് തർക്കത്തിന് കാരണം. വഴി മാറി നൽകാൻ 2 ബസ്സുകളും തയ്യാറായില്ല. ഇതോടെ മത്സരയോട്ടമായി. ഇതിനിടെ മുന്നിൽ പോയ ബസ് ബ്രേക്കിട്ടു. ഗർഭിണിയടക്കം 3 സ്ത്രീകൾ തെറിച്ചു വീണു. ശൂരനാട് സ്വദേശിനി ജോസി ജോസ്, കല്ലട സ്വദേശിനി ലിജി, പോരുവഴി സ്വദേശിനി ഗീത എന്നിവർക്കാണ് പരുക്കേറ്റത്. എന്താ പറ്റി? ഇതോടെ തടിച്ചുകൂടിയ നാട്ടുകാർ സ്വകാര്യ ബസ് തടഞ്ഞു. പോലീസിൽ വിവരമറിയിച്ചു. ശൂരനാട് പോലീസ് 2 ബസ്സുകളും ജീവനക്കാരെയും കസ്റ്റഡിയിലെടുത്തു. പ്രദേശത്ത് സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ നിരവധി അപകടങ്ങളാണ് സംഭവിക്കുന്നത്.
ന്യൂസ് 18 കൊല്ലം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കൊല്ലം അഞ്ചൽ ഒഴുകുപാറയ്ക്കലിൽ കാറിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി. കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് തീ പിടിച്ചതാകാമെന്നാണ് സംശയം. ആറ്റിങ്ങൽ മേലാറ്റിങ്ങലിൽ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ടെമ്പോ ട്രാവലർ സാമൂഹിക വിരുദ്ധർ അടിച്ചു തകർത്തു. മേലാറ്റിങ്ങൽ സ്വദേശി ശ്രീജിത്തിന്റെ വാഹനമാണ് 4 ബൈക്കുകളിലായി എത്തിയ സംഘം പടക്കമെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം അടിച്ചു തകർത്തത്. വനം വകുപ്പിന്റെ ഔദ്യോഗിക ഫ്രീക്വൻസിയിൽ സ്വകാര്യ വയർലെസ് ഉപയോഗിച്ചതായി കണ്ടെത്തൽ. ഗുരുതര കണ്ടെത്തൽ അതിരപ്പള്ളി ചായ്പൻകുഴി ഡെപ്യൂട്ടി റേഞ്ചർ കെ അനിൽകുമാറിനെതിരെ. ഔദ്യോഗിക രഹസ്യങ്ങൾ പുറത്തേക്ക് ചോരാൻ വഴിയൊരുക്കുന്ന പ്രവർത്തനം 1 വർഷത്തോളം നടത്തിയെന്ന് വനം വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട്. മക്കളെ ഏറെ സ്നേഹിക്കുന്നവരാണ് നമ്മളൊക്കെ. കുട്ടിക്കാലം മുതൽ അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കും, ചോദിക്കുന്നതെല്ലാം നൽകും. എന്നാൽ അവരുടെ കൗമാരപ്രായം ഒരു വല്ലാത്ത കാലമാണ് കേട്ടോ. വാങ്ങിക്കൊടുക്കുന്ന സമ്മാനങ്ങളെക്കാൾ അച്ഛനമ്മമാരുടെ കരുതലും സ്നേഹവും വേണ്ട സമയം. തിരക്കിട്ട ലോകത്ത് പല മാതാപിതാക്കളും മക്കളെ കേൾക്കാറില്ല, അവരെ സ്നേഹിക്കാൻ പോലും സമയമില്ല. നിങ്ങളിൽ എത്ര പേർ മക്കളെ ചേർത്ത് പിടിച്ച് ഒന്ന് കെട്ടിപ്പിടിക്കാറുണ്ട്? അച്ഛനമ്മമാരുടെ സ്നേഹം ലഭിച്ചില്ലെങ്കിൽ അവരെ സ്നേഹിക്കാൻ പുറത്ത് പലരുമുണ്ടെന്നേ. ആ സ്നേഹത്തിലെ കപടത കുട്ടികൾ തിരിച്ചറിയില്ല. മൂവാറ്റുപുഴയിലെ +2 വിദ്യാർത്ഥിനിക്കും പാലക്കാട്ടെ 15-കാരിക്കും കായംകുളത്തെ +1-കാരന് സംഭവിച്ചത് നമ്മുടെ വീടുകളിലും ഉണ്ടാകരുത്. സ്നേഹവും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു വീട്ടിലും ഇതുപോലുള്ള ദുരന്തം സംഭവിക്കില്ല. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.